ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും ആഡംബരപൂർണവുമായ കാർ കമ്പനികളിൽ ഒന്നാണ് മെഴ്സിഡീസ് ബെൻസ്. ഏകദേശം $80 ബില്യൺ മൂല്യമുണ്ട്. ഇന്ന് ഇത് വിലയേറിയതും ഉയർന്ന നിലവാരമുള്ളതുമായ കാറുകൾക്ക് പേരുകേട്ടതാണ്. പക്ഷേ അതിൻ്റെ തുടക്കം വളരെ എളിയതായിരുന്നു. കുതിരയില്ലാത്ത ആദ്യത്തെ വണ്ടി നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു ദരിദ്ര എഞ്ചിനീയറിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. പലരും അദ്ദേഹത്തിൻ്റെ ആശയത്തെ പിന്തുണച്ചില്ല, പക്ഷേ അദ്ദേഹം തളർന്നില്ല. എല്ലാത്തിനും മറുപടിയായി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകത്തിലെ ആദ്യത്തെയും വലുതുമായ കാർ കമ്പനി സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിരുന്നാലും നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിച്ച് കമ്പനി നാസികൾക്ക് സൈനിക വാഹനങ്ങൾ വിതരണം ചെയ്തപ്പോൾ ഈ വിജയഗാഥ പിന്നീട് ഇരുണ്ട വഴിത്തിരിവായി. ഇന്നത്തെ വീഡിയോയിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെയും ഓട്ടോമൊബൈലുകൾ യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ്റെയും അവിശ്വസനീയമായ കഥ നമ്മൾ പരിവേഷണം ചെയ്യും. ദാരിദ്ര്യത്തിൽ ജനിച്ചു വീണ ഒരു ആൺകുട്ടി, വലിയ സ്വപ്നങ്ങളും യന്ത്രങ്ങളോടുള്ള താല്പര്യവും മാത്രം. സമ്പത്തില്ല, പദവികളില്ല, ദൃഢനിശ്ചയം മാത്രം. എന്നിരുന്നാലും എല്ലാ സാധ്യതകൾക്കും വിരുദ്ധമായി ലോകത്തിലെ ഏറ്റവും ഐതിഹാസിക കാർ ബ്രാൻഡുകളിലൊന്ന് അദ്ദേഹം നിർമ്മിച്ചു. ഒരു പാവപ്പെട്ട ആൺകുട്ടി എങ്ങനെയാണ് മെഴ്സിഡീസ് ബെൻസിന് ജന്മം നൽകിയത് എന്നതിൻ്റെ അവിശ്വസനീയമായ കഥയാണിത്. കാൾ ബെൻസ് ഈ കഥയിലെ നായകൻ. കാൾ ബെൻസ് 1844 നവംബറിൽ ജർമ്മൻ പട്ടണമായ മുൾബർഗിൽ ജനിച്ചു. വളരെ കുറച്ച് വരുമാനം മാത്രമുള്ള ഒരു ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. കാളിന് വെറും 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. ആ സാഹചര്യം അവനെയും അമ്മയെയും സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കി. ജീവിതം കഠിനമായിരുന്നെങ്കിലും കാളിൻ്റെ അമ്മ അവന് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഠിനമായി പരിശ്രമിച്ചു. അവരുടെ പരിശ്രമം കാരണം അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞു. അവിടെ അദ്ദേഹം കെമിസ്ട്രിയിലും മെക്കാനിക്സിലും വലിയ താല്പര്യം കാണിച്ചു. 15 വയസ്സുള്ളപ്പോൾ പിതാവിനെ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിക്കുകയും കാൾസ്റൂഹെ സർവകലാശാലയിൽ ചേരുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയിൽ ഫെർഡിനാൻഡ് റെറ്റൻബാച്ചർ എന്ന പ്രൊഫസറെ അദ്ദേഹം കണ്ടുമുട്ടി. അദ്ദേഹം പിന്നീട് കാൾസിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായിരുന്നു റെറ്റൻബാച്ചർ. ട്രെയിനുകൾക്കും ബോട്ടുകൾക്കും സാധാരണയായി ഉപയോഗിക്കുന്ന സ്റ്റീം എഞ്ചിനുകൾ താമസിയാതെ കാലഹരണപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ കാൾ ബെൻസ് കുതിരയില്ലാത്ത വണ്ടികളിൽ വളരെയധികം താല്പര്യം കാണിച്ചു. അദ്ദേഹം ഒരു സ്ഥിരം സൈക്കിൾ സവാരിക്കാരനായിരുന്നതിനാൽ ഒരു മോട്ടോർ വാഹനം സൃഷ്ടിക്കുന്നതിനുള്ള വഴികൾ അദ്ദേഹം പരീക്ഷിച്ചു തുടങ്ങി. അപ്പോഴേക്കും നിരവധി എഞ്ചിനീയർമാർ ഓട്ടോമൊബൈലുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. ചിലർ സ്വന്തമായി സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ പോലും നിർമ്മിച്ചിരുന്നു. പക്ഷേ അവ പ്രായോഗികമല്ലായിരുന്നു. ഈ ഡിസൈനുകളിൽ ഭൂരിഭാഗവും സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിച്ചതായി ബെൻസ് ശ്രദ്ധിച്ചു. അത് ശരിയായ തിരഞ്ഞെടുപ്പല്ലെന്ന് അദ്ദേഹം കരുതി. റെറ്റൻബാച്ചറുടെ ഉപദേശത്തോടെ പൂർണ്ണമായും പുതിയൊരു ആശയം ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പലരും തൻ്റെ സ്വപ്നത്തെ പരിഹസിച്ചു, പക്ഷേ ബെൻസ് ഒരിക്കലും അത് ഉപേക്ഷിച്ചില്ല. തനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 19-ാം വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത 7 വർഷം അദ്ദേഹം വ്യത്യസ്ത എഞ്ചിനീയറിംഗ് നിർമ്മാണ ജോലികളിൽ ജോലി ചെയ്തു. ആ ജോലികൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് തന്നെ സഹായിച്ച നിരവധി കാര്യങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു. 1871 27 വയസ്സിൽ ബെൻസ് ഓഗസ്റ്റ് റിട്ടർ എന്ന മെക്കാനിക്കുമായി പാർട്ണർഷിപ്പിൽ ഒരുമിച്ച് മാൻഹൈമിൽ ഒരു ഇരുമ്പ് ഫൗണ്ടറിയും ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പും ആരംഭിച്ചു. ബെൻസ് തൻ്റെ സ്വപ്നം സാധ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം, ഒരു മോട്ടോർ വാഹനം നിർമ്മിക്കുക. കാളിൻ്റെ ബിസിനസ് പങ്കാളി വിശ്വസനീയനല്ലായിരുന്നു. അവരുടെ ഉപകരണങ്ങൾ അധികാരികൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരുടെ കമ്പനി ആദ്യ വർഷം തന്നെ ബുദ്ധിമുട്ടിലായി. ഭാഗ്യവശാൽ കാൾ ബെർത്ത റിംഗർ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം. പിന്നീട് അവൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. അവൾ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു. കാളിൻ്റെ ജോലിയിൽ ശക്തമായി വിശ്വസിച്ചു. പങ്കാളി ബിസിനസ് നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ സ്ത്രീധനം നൽകിയ പണം ഉപയോഗിച്ച് അവൻ്റെ ഓഹരികൾ വാങ്ങാൻ അവൾ തീരുമാനിച്ചു. ഇത് കാളിനും ബെർത്തയ്ക്കും കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം നൽകി. അടുത്ത 10 വർഷത്തേക്ക് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ അവർ കഠിനാധ്വാനം ചെയ്തു. ഈ സമയത്ത് 1879 ഗ്യാസോലിൻ 2 സ്ട്രോക്ക് എഞ്ചിൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ കാൾ നടത്തി. കൂടുതൽ പണം സമ്പാദിക്കുന്നതിനായി എഞ്ചിൻ സ്പീഡ് റെഗുലേറ്റർ, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇഗ്നിഷൻ സിസ്റ്റം, ഒരു സ്പാർക്ക് പ്ലഗ്, ഒരു കാർബുറേറ്റർ, ഒരു ക്ലച്ച്, ഒരു ഗിയർ ഷിഫ്റ്റ്, ഒരു വാട്ടർ റേഡിയേറ്റർ തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് അദ്ദേഹം പേറ്റന്റ് നേടി. അതായത് അവയുടെ അവകാശം മറ്റാരും അനധികൃതമായി ഉപയോഗിക്കാതിരിക്കാൻ ഉള്ള നിയമപരമായ അവകാശം നേടി.
ഒരു കാർ നിർമ്മിക്കുക എന്ന തന്റെ സ്വപ്നത്തിലേക്ക് അടുക്കാൻ ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു. എന്നിരുന്നാലും കമ്പനി സാമ്പത്തികമായി ബുദ്ധിമുട്ടി. കാൾ നിക്ഷേപകരെ കൊണ്ടുവരേണ്ടി വന്നു. 1882 അത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി മാറി. നിർഭാഗ്യവശാൽ കാൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു. 5% ഓഹരികൾ മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ. അദ്ദേഹത്തെ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവഗണിക്കപ്പെട്ടു. നിരാശ തോന്നിയ അദ്ദേഹം 1883 കമ്പനി വിട്ടു. ഈ തിരിച്ചടി ഉണ്ടായിരുന്നിട്ടും കാൾ തളർന്നില്ല. മാൻഹൈമിൽ സൈക്കിൾ റിപ്പയർ ഷോപ്പ് ഉടമയായിരുന്ന മാക്സ് റോസ്, ഫെഡറിക് വിൽഹൈം എന്നിവരുമായി അദ്ദേഹം പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. അവർ ഒരുമിച്ച് വ്യവസായിക യന്ത്രങ്ങളും ഗ്യാസ് എഞ്ചിനുകളും നിർമ്മിച്ച ബെൻസ് ആൻഡ് സീ ആരംഭിച്ചു. ഈ ബിസിനസ് വിജയകരമായിരുന്നു. ഒടുവിൽ കാളിന് തന്റെ സ്വപ്നമായ ഒരു ഓട്ടോമൊബൈൽ നിർമ്മിക്കാൻ പണവും സമയവും ലഭിച്ചു. സൈക്കിളുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ആയി കണക്കാക്കപ്പെടുന്ന ബെൻസ് പേറ്റന്റ് മോട്ടോർ വാഗൺ 1885 അദ്ദേഹം നിർമ്മിച്ചു. അതിന് 3 ചക്രങ്ങളും ഒരു സിലിണ്ടർ എഞ്ചിനും ഉണ്ടായിരുന്നു. ഏകദേശം 7 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. തന്റെ കണ്ടുപിടുത്തം ലോകത്തെ മാറ്റിമറിക്കുമെന്ന് കാൾ വിശ്വസിച്ചു. 1886 അദ്ദേഹം അത് പരസ്യമായി പരീക്ഷിച്ചു. പക്ഷെ ആളുകൾക്ക് സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ചിലർ അതിനെ അഭിനന്ദിച്ചു, മറ്റുള്ളവർ അത് പൊട്ടിത്തെറിക്കുമെന്ന് ഭയപ്പെട്ടു. ചിലർ അത് ഒരു പിശാചിന്റെ യന്ത്രമെന്ന് പോലും കരുതി. കാൾ ബെൻസിന്റെ ഓട്ടോമൊബൈലുകളോടുള്ള താല്പര്യത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികൾ അസന്തുഷ്ടരായിരുന്നു. ആ കാരണത്താൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് അകറ്റി നിർത്തി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഉപയോഗപ്രദമാണെന്ന് അവർ വിശ്വസിച്ചില്ല. അവർ ചോദിക്കുകയുണ്ടായി, ആരെങ്കിലും അത്തരമൊരു യന്ത്രം എന്തിനാണ് വാങ്ങുന്നത്? അത് ഒരു കുതിരയേക്കാൾ വേഗതയുള്ളതല്ല. അത് തകരാം, ഇന്ധനം തീർന്നു പോകാം. എന്നാൽ കാൾ ബെൻസ് വിശ്വസിച്ചത് തന്റെ കുതിരയില്ലാത്ത വണ്ടിയാണ് ഭാവി എന്നാണ്. 1888 വിൽപ്പനയ്ക്കായി കാറുകൾ നിർമ്മിച്ച ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരി ഭാര്യയായിരുന്നു. അവർ പലപ്പോഴും വർക്ക്ഷോപ്പിൽ താമസിക്കുകയും അദ്ദേഹത്തിന് ആശയങ്ങൾ നൽകുകയും ചെയ്തു. എന്നിരുന്നാലും മെച്ചപ്പെടുത്തലുകൾ വരുത്തിയതിനു ശേഷവും ആളുകൾ കാളിന്റെ നേട്ടത്തിൽ വിശ്വസിച്ചില്ല. കാറുകൾ വാങ്ങിയ ചുരുക്കം ചിലർക്ക് ചെറിയ ദൂരം മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. അവർക്ക് എല്ലായ്പ്പോഴും അവരോടൊപ്പം മെക്കാനിക്കുകൾ ആവശ്യമായിരുന്നു. കാറുകളും വളരെ ചെലവേറിയതായിരുന്നു. അതിനാൽ സമ്പന്നർക്ക് മാത്രമേ അവ വാങ്ങാൻ കഴിയൂ. ശബ്ദവും ഈ കുഴപ്പവുമുള്ളതിനാൽ അവർക്ക് പോലും കാറുകൾ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കാൾ അപ്പോഴും ഭാവി കാറുകളാണെന്ന് വിശ്വസിച്ചു. പിന്നീടാണ് എല്ലാം മാറ്റിമറിച്ച യാത്ര ആരംഭിച്ചത്. 1888 ഒരു പ്രഭാതത്തിൽ കാൾ ഉറങ്ങുമ്പോൾ ബെർത്ത ബെൻസ് അതിരാവിലെ ഉണർന്നു. ഭർത്താവിനോട് ഒന്നും പറയാതെ അവൾ കാറെടുത്ത് ഒരു പ്രധാന യാത്ര ആരംഭിച്ചു. മാൻഹൈമിൽ നിന്ന് 66 മൈൽ അകലെയുള്ള ഫോർഷൈമിലുള്ള തന്റെ അമ്മയെ കാണാൻ അവൾ തന്റെ 2 ആൺമക്കളെയും കൂട്ടി യാത്ര തിരിച്ചു. ആ സമയത്ത് ഒരു മോട്ടോർ വാഹനവും ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടില്ല. എന്നാൽ കാർ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കാൻ ബെർത്ത ആഗ്രഹിച്ചു. യാത്ര ബുദ്ധിമുട്ടായിരുന്നു. കുതിരകൾക്കായി നിർമ്മിച്ച പൊടി നിറഞ്ഞതും പാറക്കെട്ടുകളുള്ളതുമായ റോഡുകളിലൂടെ അവൾക്ക് വാഹനം ഓടിക്കേണ്ടി വന്നു. ഇന്ധനം തീർന്നു. ഇടയ്ക്ക് കാർ നന്നാക്കേണ്ടി വന്നു. 66 മൈൽ യാത്രയ്ക്ക് 12 മണിക്കൂറിലധികം എടുത്തു. പക്ഷെ ഒടുവിൽ ബെർത്തയും മക്കളും സുരക്ഷിതമായി ഫോർഷൈമിലെത്തി. കാറുകൾ ഭാവിയായിരിക്കാമെന്ന് അവളുടെ യാത്ര തെളിയിച്ചു. ആളുകൾ ഓട്ടോമൊബൈൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ബെൻസ് മോട്ടോർ വാഗൺ പ്രശസ്തമായി. കാളിന്റെ കമ്പനി വളരെയധികം ശ്രദ്ധ നേടി. താമസിയാതെ ബെൻസ് ആൻഡ് സീ അതിവേഗം വളരാൻ തുടങ്ങി. 1890 ആയപ്പോഴേക്കും ഇത് ജർമ്മനിയിലെ 2ാമത്തെ വലിയ എഞ്ചിൻ നിർമ്മാതാവായിരുന്നു. പക്ഷെ കാറുകൾ കാരണമല്ല. കമ്പനി പ്രധാനമായും സ്റ്റേഷനറി ഗ്യാസോലിൻ എഞ്ചിനുകൾ വിറ്റു. പിന്നീട് കാളിന് 2 പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിച്ചു. ഫ്രെഡറിക് വോൺ ഫിഷർ, ജൂലിയസ് ഗാൻസ്. അവർ ബിസിനസ്സുകളും മാർക്കറ്റിംഗും കൈകാര്യം ചെയ്തു. അതേസമയം കാൾ എഞ്ചിനീയറിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്ലാനറ്ററി ഗിയർ ട്രാൻസ്മിഷൻ, ഡബിൾ പിവറ്റ് സ്റ്റിയറിംഗ്, ബോക്സർ കോൺഫിഗറേഷനുള്ള ഒരു ഫ്ലാറ്റ് എഞ്ചിൻ തുടങ്ങിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിക്കാൻ ഇത് അദ്ദേഹത്തെ അനുവദിച്ചു. 1893 കാൾ ബെൻസ് തന്റെ പങ്കാളികളുടെ ഉപദേശപ്രകാരം പുതിയതും മെച്ചപ്പെട്ടതുമായ ഒരു കാർ നിർമ്മിച്ചു. അദ്ദേഹം അതിനെ ബെൻസ് വിക്ടോറിയ എന്ന് വിളിച്ചു. 11 മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന 3 കുതിരയുടെ ശക്തിയുള്ള എഞ്ചിനുള്ള 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമായിരുന്നു അത്. ഈ കാർ നന്നായി വിറ്റു. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത മോഡലായ ബെൻസ് വെലോ കൂടുതൽ വിജയകരമായിരുന്നു. ഇത് വില കുറഞ്ഞതായിരുന്നു. ഏകദേശം 1200 യൂണിറ്റുകൾ വിറ്റു. ലോകത്തിലെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കാറായി ബെൻസ് വെലോ മാറി. 1890കളിലും 1900കളുടെ തുടക്കത്തിലും ബെൻസ് ആൻഡ് സീ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയായി മാറി. എന്നാൽ അതേസമയം
ഡൈംലർ മോട്ടോറൺ ഗെസാൽഷാഫ്റ്റ് എന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് അവർക്ക് ശക്തമായ മത്സരം നേരിടേണ്ടി വന്നു. ഡൈംലർ മോട്ടോറൺ ഗെസൽഷാഫ്റ്റിനെ നയിച്ചത് ഗോട്ട്ലീബ് ഡൈംലർ, വിൽഹേം മെയ്ബാക്ക് എന്നീ രണ്ട് മികച്ച എഞ്ചിനീയർമാരായിരുന്നു. ഡൈംലർ വളരെ മത്സരബുദ്ധിയുള്ളവനും മികച്ച ബിസിനസ് പരിജ്ഞാനമുള്ളവനുമായിരുന്നു. ആദ്യത്തെ ഡൈംലർ കാർ 1892 വിറ്റു. 1894 അവർ 2 സിലിണ്ടർ കാർ അവതരിപ്പിച്ചു. 1897 അവർ അവരുടെ ആദ്യത്തെ ഫ്രണ്ട് എഞ്ചിൻ മോഡലായ ഡൈംലർ ഫീനിക്സ് പുറത്തിറക്കി. അവരുടെ കാറുകൾ കൂടുതൽ സ്റ്റൈലിഷും സുഖകരവുമായി കാണപ്പെട്ടു. ഇത് ബെൻസുമായി മത്സരിക്കാൻ അവരെ സഹായിച്ചു. 1900 ഗോട്ട്ലീബ് ഡൈംലർ അന്തരിച്ചു. വിൽഹേം മെയ്ബാക്ക് കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. മെയ്ബാക്കിന്റെ നേതൃത്വത്തിൽ കമ്പനി ഒരു പ്രത്യേക കാർ രൂപകൽപ്പന ചെയ്തു. 1901 മേഴ്സിഡസ് എന്ന പേരിൽ 35 കുതിരയുടെ ശക്തിയുള്ള മോഡൽ പുറത്തിറക്കി. ഈ കാർ മുൻ ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ആധുനിക കാറുകൾ പോലെയായിരുന്നു. ഇതിന് ശക്തമായ ഒരു ഗ്യാസ് എഞ്ചിൻ, വീതിയേറിയ ബോഡി, ശക്തമായ സ്റ്റീൽ ചേസിസ് എന്നിവ ഉണ്ടായിരുന്നു. റേസിംഗിനായി നിർമ്മിച്ച ഈ കാറിന് മേഴ്സിഡീസ് എന്ന് പേരിട്ടു. റേസിംഗ് ഇനങ്ങളിൽ ഇത് വളരെ വിജയകരമായി. അക്കാലത്തെ മറ്റേതൊരു കാറിനേക്കാളും 56 മൈൽ വേഗതയിൽ എത്തി. ഈ വിജയം കാരണം ഡൈംലർ അവരുടെ എല്ലാ കാറുകളെയും മേഴ്സിഡീസ് എന്ന നാമകരണം ചെയ്യാൻ തീരുമാനിച്ചു. റേസിംഗിനും പൊതു ഉപയോഗത്തിനുമായി കൂടുതൽ മോഡലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനിടയിൽ കാൾ ബെൻസിന്റെ കമ്പനി ബുദ്ധിമുട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികൾ ഡൈംലറുമായി മത്സരിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അവർ വേഗതയേറിയ ഒരു കാർ നിർമ്മിക്കാൻ ഫ്രഞ്ച് ഡിസൈനർമാരെ നിയമിച്ചു. എന്നാൽ ബെൻസിന്റെ അനുമതിയില്ലാതെയാണ് അവർ ഇത് ചെയ്തത്. റേസിംഗ് ഇഷ്ടപ്പെടാത്തതിനാലും സാവധാനത്തിലുള്ളതും സുരക്ഷിതവുമായ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നതിനാലും ബെൻസ് അസന്തുഷ്ടനായിരുന്നു. വേഗതയേറിയ കാറുകൾ ശബ്ദായമാനവും അപകടകരവുമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. നിർഭാഗ്യവശാൽ അവർ നിർമ്മിച്ച പുതിയ കാർ പരാജയമായിരുന്നു. 1903 1904 ഇടയിൽ കമ്പനി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. പിന്നീട് ബെൻസ് തന്റെ കാറുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിച്ചു. ഇത് കമ്പനിയെ രക്ഷിക്കാൻ സഹായിച്ചു. 1908 ആയപ്പോഴേക്കും ബെൻസിന് 120 കുതിര ശക്തിയുള്ള ഒരു ശക്തമായ റേസ് കാർ ഉണ്ടായിരുന്നു. ഇത് ലെനിൻഗ്രാഡിൽ നിന്ന് മോസ്കോയിലേക്ക് ശരാശരി 50 മൈൽ വേഗതയിൽ വെറും 8.5 മണിക്കൂറിനുള്ളിൽ സഞ്ചരിക്കാൻ കഴിയും. അക്കാലത്തെ മോശം റോഡ് സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു അത്ഭുതകരമായ നേട്ടമായിരുന്നു. എന്നിരുന്നാലും ഏറ്റവും വലിയ വിജയം 1909 200 കുതിര ശക്തിയുള്ള റേസ് കാറായ ബ്ലിറ്റ്സൺ ബെൻസുമായി വന്നു. 1911 ഈ കാർ ലോക വേഗത റെക്കോർഡ് സ്ഥാപിച്ചു. 140 മൈലിലധികം വേഗതയിലെത്തി. അക്കാലത്തെ ഏറ്റവും വേഗതയേറിയ വാഹനമായി ഇത് മാറി. ഈ വിജയം ഡൈംലറിനൊപ്പം ബെൻസിനെ ഏറ്റവും പ്രശസ്തമായ കാർ ബ്രാൻഡുകളിൽ ഒന്നായി മാറാൻ സഹായിച്ചു. ഡൈംലറിനും ബെൻസിനും കുറച്ച് വർഷത്തേക്ക് നല്ല വിൽപ്പന ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനാൽ അവരുടെ വിജയം അധികനാൾ നീണ്ടുനിന്നില്ല. അത് ജനങ്ങളുടെ ജീവിതത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു. ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. 2 കമ്പനികളും ബുദ്ധിമുട്ടിലായി. അതിജീവിക്കാൻ ഡൈംലറും ബെൻസും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 1924 ഉൽപാദനവും വിപണനവും സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ അവർ ഒപ്പുവെച്ചു. എന്നിരുന്നാലും അവർ അവരുടെ വ്യക്തിഗത പേരുകൾ നിലനിർത്തി. ഇത് ചെലവ് കുറയ്ക്കാൻ സഹായിച്ചു. പക്ഷേ കരാർ 2 വർഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ വഷളായപ്പോൾ 1926 ലയിക്കുകയല്ലാതെ അവർക്ക് ഒരു മാർഗവുമില്ലായിരുന്നു. പുതിയ കമ്പനി ഡൈംലർ ബെൻസ് എന്നായിരുന്നു. അതിൻ്റെ കാറുകൾ മേഴ്സിഡീസ് ബെൻസ് എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടു. 1920കളുടെ അവസാനത്തിൽ അവർ മേഴ്സിഡീസ് ബെൻസ് ടൈപ്പ് 630, SS, SSK മോഡലുകൾ പോലുള്ള ജനപ്രിയ മോഡലുകൾ അവതരിപ്പിച്ചു. ഈ കാറുകളിൽ പ്രവർത്തിച്ച ഒരു മികച്ച എഞ്ചിനീയർ ഫെർഡിനാൻഡ് പോർഷെ ആയിരുന്നു. അദ്ദേഹം പിന്നീട് ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ പ്രശസ്തനായി. കാൾ ബെൻസ് ഡൈംലർ ബെൻസിന്റെ ഡയറക്ടർ ബോർഡിൽ തുടർന്നു. 1929 ഏപ്രിൽ 84 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ഡൈംലർ ബെൻസ് വളർന്നുകൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കാർ നിർമ്മാതാക്കളിൽ ഒരാളായി. എന്നിരുന്നാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ അപ്രതീക്ഷിത നേതൃത്വത്തിന് കീഴിലായിരുന്നു. 1933 ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെയും സാങ്കേതിക വിദ്യയുടെയും ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അന്താരാഷ്ട്ര മോട്ടോർ ട്രാൻസ്പോർട്ടിൽ ജർമ്മൻ കാറുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹം ഇത് ചെയ്ത ഒരു മാർഗം. ഗ്രാൻഡ് പ്രിക്സ് റേസിംഗിൽ പങ്കെടുക്കാൻ ഡൈംലർ ബെൻസിന് സർക്കാർ ധനസഹായം ലഭിച്ചു.
അക്കാലത്ത് ഡൈംലർ ബെൻസിനെ പോലെ വേഗതയേറിയ കാറുകൾ നിർമ്മിക്കുന്നതിന് മറ്റൊരു കമ്പനിയും ഇത്രയും പണമോ പരിശ്രമമോ ചെലവഴിച്ചില്ല. 1934 മുതൽ 1939 വരെ W25, W125 പോലുള്ള മോഡലുകളുമായി വേഗതയേറിയ കാറുകൾ നിർമ്മിക്കുന്നതിൽ മെഴ്സിഡീസ് ബെൻസ് ആധിപത്യം സ്ഥാപിച്ചു. മണിക്കൂറിൽ 200 മൈൽ വരെ വേഗത കൈവരിച്ചു. എന്നിരുന്നാലും മറ്റൊരു ജർമ്മൻ കമ്പനിയായ ഓട്ടോ യൂണിയനിൽ നിന്ന് അവർക്ക് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. ഈ വിജയങ്ങൾ ജർമ്മനിയെ മോട്ടോർ സ്പോർട്സിൽ ഒരു നേതാവാക്കി. മെഴ്സിഡീസ് ബെൻസ് ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട കാർ ബ്രാൻഡായി മാറി. 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഡൈംലർ ബെൻസ് ഒരു വലിയ വെല്ലുവിളി നേരിട്ടു. സിവിലിയൻ കാറുകൾക്ക് ആവശ്യക്കാർ കുറവായതിനാൽ അവർ നാസി സൈന്യത്തിനായി സൈനിക വാഹനങ്ങൾ, അന്തർവാഹിനികൾ, ടാങ്കുകൾ, വിമാന എഞ്ചിനുകൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങി. 6.5 ടൺ വരെ സാധനങ്ങൾ വഹിക്കാൻ കഴിയുന്ന സൈനിക ട്രക്കുകളായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉൽപാദന നിര. 1942 ആയപ്പോഴേക്കും അവർ പൊതു കാറുകളുടെ നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെച്ചു. യുദ്ധം തുടർന്നപ്പോൾ ഡൈംലർ ബെൻസിന് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വന്നു. മിക്ക ജർമ്മൻ പുരുഷന്മാരും യുദ്ധത്തിൽ പോരാടുന്നതിനാൽ കമ്പനി സ്ത്രീകളെ നിയമിക്കാൻ തുടങ്ങി. പക്ഷേ അതുപോലും പര്യാപ്തമല്ലായിരുന്നു. അതിനാൽ അവർ നിർബന്ധിത തൊഴിലാളികളെ ഉപയോഗിക്കാൻ തുടങ്ങി. യുദ്ധത്തടവുകാർ, തട്ടിക്കൊണ്ടുപോയ സിവിലിയന്മാർ, തടങ്കൽ പാളയങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്നിവരെ ഭയാനകമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കി. അവരിൽ പലരും കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു. അവരെ ജയിൽ പോലുള്ളതുമായ ക്യാമ്പുകളിൽ പാർപ്പിച്ചു. പലരും പട്ടിണി, രോഗം എന്നിവയാൽ മരിച്ചു. 1944 ആയപ്പോഴേക്കും ഡൈംലർ ബെൻസിന്റെ 63,000 തൊഴിലാളികളിൽ പകുതിയോളം പേരും നിർബന്ധിത തൊഴിലാളികളായിരുന്നു. 1945 യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഡൈംലർ ബെൻസിന് അതിന്റെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വന്നു. പോട്സ്ഡാം ഉടമ്പടി കാരണം കമ്പനിക്ക് വലിയ തിരിച്ചടി നേരിട്ടു. വിദേശ രാജ്യങ്ങളിലെ എല്ലാ ജർമ്മൻ ആസ്തികളും എടുത്തുകളഞ്ഞ് യുദ്ധനഷ്ട പരിഹാരത്തിനായി ഉപയോഗിച്ചു. ഇക്കാരണത്താൽ ഡൈംലർ ബെൻസിന് അതിന്റെ എല്ലാ വിദേശ ശാഖകളും നഷ്ടപ്പെട്ടു. ജർമ്മനിയിലെ ഫാക്ടറികളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് വീണ്ടും പുതുതായി ആരംഭിക്കേണ്ടി വന്നു. എന്നിരുന്നാലും തുടർന്നുള്ള വർഷങ്ങളിൽ കമ്പനി സ്വയം പുനർനിർമ്മിക്കുകയും വളർച്ച തുടരുകയും ചെയ്തു. പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ഡൈംലർ ബെൻസ് നാസി ഉദ്യോഗസ്ഥരെ ഉന്നത മാനേജ്മെന്റിൽ നിന്ന് പുനർക്രമീകരിച്ച് നീക്കം ചെയ്തു. ആദ്യം 170V മോഡലിനെ അടിസ്ഥാനമാക്കി ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, ഡെലിവറി വാനുകൾ എന്നിവ നിർമ്മിക്കുന്നതിലാണ് മെഴ്സിഡീസ് ബെൻസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൈനിക ഗതാഗത വാഹനങ്ങൾ നന്നാക്കുന്നതിനും അവർ അവരുടെ ഒരു ഫാക്ടറി ഉപയോഗിച്ചു. 1947 ആയപ്പോഴേക്കും അവർ വീണ്ടും പാസഞ്ചർ കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷേ ആ വർഷം 170V മോഡലിൻ്റെ 1045 യൂണിറ്റുകൾ മാത്രമേ നിർമ്മിച്ചുള്ളൂ. എന്നിരുന്നാലും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും ഒരു വർഷത്തിനുള്ളിൽ ഡൈംലർ ബെൻസ് ലാഭകരമായി പ്രവർത്തിച്ചു. 1950കളോടെ മെഴ്സിഡീസ് ബെൻസ് അതിൻ്റെ പ്രശസ്തി വീണ്ടെടുത്തു. മോട്ടോർ സ്പോർട്സിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ആഗോള വിപണികളിൽ വിജയം നേടുകയും ചെയ്തു. 1954 ആയപ്പോഴേക്കും കമ്പനി $1 ബില്യൺ ലാഭം നേടി. കാലക്രമേണ മെഴ്സിഡീസ് ബെൻസ് അതിൻ്റെ പ്രതിച്ഛായ പൂർണ്ണമായും മാറ്റി. ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കാർ ബ്രാൻഡുകളിൽ ഒന്നായി മാറി. എന്നാൽ കാൽ ബെൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. എളിയ തുടക്കങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ദൃഢനിശ്ചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാൽ ബെൻസിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ നവീകരണത്തിന് സ്ഥിരോത്സാഹം, ധൈര്യം, തന്നിലുള്ള വിശ്വാസം എന്നിവ ആവശ്യമാണ് എന്നാണ്. വെല്ലുവിളികളും പരാജയങ്ങളും യാത്രയുടെ ഭാഗമാണ്. എന്നാൽ അവയെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നവർ ലോകത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു. ചെറിയ ആശയമായാലും വലിയ സ്വപ്നമായാലും ആദ്യ ചുവടുവെപ്പ് എടുത്ത് മുന്നോട്ടു പോകാൻ ധൈര്യപ്പെടുന്നവർക്കാണ് വിജയം ലഭിക്കുന്നത്. കാൽ ബെൻസിന്റെ യാത്രയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സ്ഥിരോത്സാഹമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കഥ നിങ്ങൾക്ക് രസകരമായി തോന്നിയെങ്കിൽ കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.